കയ്യിലിരുന്നു ശബ്ദിച്ച ഫോൺ അറ്റൻഡ് ചെയ്ത് ചിന്മയെ ചെവിയിലേക്ക് ചേർത്തു. ആ ചിപ്പി, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഹലോ പറയുന്നതിന് മുൻപ് തന്നെ വെപ്രാളത്തോടെയുള്ള മഹേഷിൻ്റെ സ്വരം ചിന്മയുടെ കാതിൽ പതിഞ്ഞു. കുഴപ്പമൊന്നുമില്ല മഹേഷേട്ടാ, പേടിക്കണ്ട. ഇന്നൊരു ദിവസത്തേക്ക് ഇവിടെ കിടക്കേണ്ടി വരും. കൈക്കൊരു പൊട്ടലുണ്ട്. ഞാൻ നിൻ്റെ മെസ്സേജ് കണ്ട് പേടിച്ചു പോയി. ഫോൺ എപ്പോഴാണ് പെണ്ണെ എടുത്തത്? ഓട്ടത്തിലായിരുന്നു. എനിക്ക് തോന്നി. ഞാൻ ഒത്തിരി വട്ടം വിളിച്ചു. പിന്നെ ആ ചേട്ടനുള്ളതുകൊണ്ട് പെട്ടെന്ന് എത്തിക്കാൻ പറ്റി. അവനെന്തേലും പറഞ്ഞോ? അനുരാജിൻ്റെ കാര്യവും മെസ്സേജ് അയച്ചിരുന്നത് കൊണ്ട് ചിന്മയ പറഞ്ഞപ്പോൾ തന്നെ മഹേഷിന് മനസ്സിലായി. എന്തൊക്കെയോ പറഞ്ഞു. മഹേഷേട്ടൻ വരുമ്പോൾ പറഞ്ഞുതരാം. ഓ ആയിക്കോട്ടെ, ഞാൻ പെട്ടെന്ന് എത്താൻ നോക്കാം കുഞ്ഞെ, നീ വെച്ചോ. ആ ശരി മഹേഷേട്ടാ. നീ എന്തേലും കഴിച്ചായിരുന്നോ? കോൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ചോദ്യം വന്നു. ഇല്ല, മഹേഷേട്ടൻ വന്നിട്ടാക്കാം. ചിന്മയുടെ മറുപടി കിട്ടിയപ്പോൾ തന്നെ ഒന്ന് മൂളിക്കൊണ്ട് ചിരിയോടെ കോൾ കട്ട് ചെയ്തവൻ ഫോൺ പോക്കറ്റിലേക്കിട്ടു. മഹേഷിൻ്റെ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് ചിന്മയ വീണ്ടും അവളുടെ ഇരിപ്പിടത്തിലേക്കിരുന്നു. വല്ലാത്തൊരൊറ്റപ്പെടൽ തോന്നി. മഹേഷേട്ടനെങ്കിലും ഈ നേരത്ത് കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു. സമയം ഒച്ചിഴയുന്നതിലും പതിയെയാണോ പോകുന്നതെന്ന് തോന്നിപ്പോയി. ഇടയ്ക്ക് മായ ചേച്ചിയും മീനു ചേച്ചിയും വിളിച്ച് കാര്യം അന്വേഷിച്ചിരുന്നു. മീനു ചേച്ചിക്ക് കടയിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. സ്റ്റാഫ് കുറവായോണ്ടാണത്രേ. മായ ചേച്ചി സന്ധ്യവേട്ടം വന്നിട്ട് വരാമെന്നാണ് പറഞ്ഞ്. കുഞ്ഞിനെയും കൊണ്ട് തനിച്ച് പറ്റില്ല. വന്നില്ലെങ്കിലും ഇടയ്ക്കിടെ അവർ വിളിച്ചന്വേഷിക്കുന്നുണ്ടായിരുന്നു. നേരെ ഒത്തിരി കഴിഞ്ഞിട്ടാണ് മഹേഷേട്ടൻ വന്നത്. ആളിങ്ങെത്തിയപ്പോൾ തന്നെ അമ്മയെ റൂമിലേക്ക് മാറ്റിയിരുന്നു. പേടിച്ച് പേടിച്ച് BP കൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ട്രിപ്പിട്ട് കിടത്തിയിരിക്കുക. കുറച്ചു നേരം അവർക്കൊപ്പം ഇരുന്നിട്ട് അമ്മയൊന്ന് മയങ്ങിയെന്നായപ്പോൾ ഇരുവരും മുറിവിട്ട് പുറത്തേക്കിറങ്ങി ക്യാൻറ്റീനിലേക്ക് നടന്നു. ഇതുകൊണ്ടെങ്കിലും നന്നായാൽ മതിയായിരുന്നു. ചിപ്പിയുടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഒരു തമാശ രൂപേണ മഹേഷ് പറഞ്ഞു. ചിന്മയെ തല ചിരിച്ച് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. എനിക്കും തോന്നുന്നു. അവളൊന്ന് പമ്മി ചിരിച്ചു. അല്ല, അയാളെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അതോ, അന്നത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ആളുടെ വിവാഹം എന്നും പറഞ്ഞു. ചിന്മയ ആകെ ഒന്ന് വിവരിച്ചു. ഇന്നിനിപ്പം നമുക്ക് നിൽക്കാം. അച്ഛൻ അവിടെ തനിച്ചല്ലേ, മീനു വീട്ടിൽ നിൽക്കട്ടെ. അളിയൻ കാര്യം അറിയാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മായയും കൂട്ടി നാളെ വീട്ടിൽ വന്നാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. ആ അത് നന്നായി. ചിന്മയും ശരിയെന്ന പോലെ സമ്മതിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു. മഹേഷിൻ്റെ ഓട്ടോയിൽ തന്നെയായിരുന്നു വീട്ടിലേക്ക് പോയത്. ആയമ്മ ഒരു ദിവസം കിടന്നപ്പോൾ തന്നെ ക്ഷീണിച്ചു, കൂടെ വേദനയും. വീട്ടിലെത്തുമ്പോൾ മീനുവും അച്ഛനും ഉണ്ടായിരുന്നു. ചിപ്പി പതിയെ അവരെ പിടിച്ച് മുറിയിലേക്ക് കൊണ്ടിരുത്തി. പുറകെ മഹേഷും വീട്ടിലേക്ക് കയറി. അച്ഛൻ അടുത്തിരുന്ന് അവൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മീനു അവർക്ക് കുടിക്കാൻ നാരങ്ങാവെള്ളം എടുത്തു. രാവിലെ കഴിക്കാൻ മരുന്നുണ്ടോ? മുറിവിട്ട് ഇറങ്ങാൻ നിന്ന ചിപ്പിയെ നോക്കി ആയമ്മ പതിയെ ചോദിച്ചു. ഇല്ല, ഇനി ഉച്ചയ്ക്ക് ആഹാരത്തിന് ശേഷമേ ഉള്ളൂ. അമ്മ കിടന്നോ? മുറി ചാരി ചിന്മയെ ഇറങ്ങി. നിങ്ങളെന്തേലും കഴിച്ചോ? അമ്മയ്ക്ക് കൊടുക്കേണ്ട മരുന്നുള്ളതല്ലേ. ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ നിന്ന് ദോശയും ചായയും കഴിച്ചു. അമ്മയ്ക്ക് രാവിലത്തെ മരുന്ന് കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത്. ഇനി ഉച്ചയ്ക്കേ ഉള്ളൂ. ആണോ? എങ്കിൽ ഏട്ടത്തി പോയി ഫ്രഷ് ആയിക്കോ. ഇന്നലെ മുതൽ ഈ വേഷത്തിൽ നിൽക്കല്ലേ. ആ ചേച്ചി, ഞാനിന്ന് കുളിച്ചിട്ട് വേഗം വരാം. മായ ചേച്ചി സന്ദീപേട്ടനും ഒക്കെ ഇപ്പോൾ വരുമായിരിക്കും. കഴിക്കാനുണ്ടാക്കണ്ടേ? അതൊക്കെ ചെയ്യാം. ഇപ്പോൾ പോയി കുളിച്ചോ. ഒന്ന് കിടക്കണമെങ്കിൽ കിടന്നിട്ടൊക്കെ പതിയെ വന്നാൽ മതി. മീനു ചിരിയോടെ അമ്മയുടെ മുറിയിലേക്ക് കയറിയ പുറകെ ചിന്മയെ തൻ്റെ റൂമിലേക്ക് ചെന്നു. ചിപ്പി കയറുമ്പോൾ മഹേഷ് ഷർട്ട് അഴിച്ച് മാറ്റുകയായിരുന്നു. അവൾ മുറി അടച്ചുകൊണ്ട് കിടക്കയിലേക്ക് ചെന്നൊന്ന് ചാഞ്ഞു. ഉറക്കം വരുന്നുണ്ടോ? അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അടുത്തേക്കിരുന്നവൻ ചോദിച്ചു. ചിപ്പി ഇല്ലെന്ന പോലെ കണ്ണ് ചിമ്മി കാണിച്ചു. തനിക്കിതൊന്നും ശീലമില്ലാത്തതല്ലേ. ഒരു ദിവസം നിന്നപ്പോൾ തന്നെ ആകെ വാടിയതുപോലെയായി. അത് കുളിച്ചാൽ മാറും മഹേഷേട്ടാ. ആണോ? എന്നാ ബാ കുളിക്കാം. ആയിക്കടാ, വേണേ തനിച്ചു പോയി കുളിക്കാം. ഞാനൊന്നുമില്ല. അതെന്തേ? ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ ഇതിനുള്ളിൽ. അതുകൊണ്ടൊന്നും അല്ല, എല്ലാവരും ഇല്ലേ. ഓ നാണക്കേട്. കുറച്ച് പൈസയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ വീടൊന്ന് പുതുക്കി പണിയണം. എന്നിട്ട് മുറിയിലൊരു അറ്റാച്ച്ഡ് ബാത്റൂം വയ്ക്കണം. ഒപ്പം ഒരു ബാത്ത് ടബും. അപ്പോൾ പിന്നെ ഒരുമിച്ച് കിടന്ന് കുളിക്കാമല്ലോ. അശി, ഈ മഹേഷേട്ടന് തീരെ നാണില്ല. ഇല്ലെങ്കിൽ വേണ്ട, തൽക്കാലം കുഞ്ഞൊരുമ്മ തന്നെ, എന്നാലും ഒന്ന് ഉഷാറാകൂ. അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് പതിയെ മഹേഷ് പറഞ്ഞതും ചിന്മയ അവനെ വലിച്ചടുപ്പിച്ച് ചുണ്ടിലേക്ക് ചുണ്ട് ചേർത്തിരുന്നു. കുറച്ചു നേരം മഹേഷിനൊപ്പം ആ നെഞ്ചിൽ ചൂട് പറ്റി കിടന്നിട്ട് കുളിക്കാനായി തുണിയും എടുത്തുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് നടന്നിരുന്നു. വിസ്തരിച്ചൊരു കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഉണർവ് തോന്നി ആ പെണ്ണിന്. ഈറൻ മുടി നന്നായി തുവർത്തി സീമന്തരേഖയിൽ സിന്ദൂരവും തൊട്ടുകൊണ്ട് ചിന്മയ അടുക്കളയിലേക്ക് നടന്നിരുന്നു. മീനു പച്ചക്കറികൾ അരിയുന്ന തിരക്കിലായിരുന്നു.
തായോ ചേച്ചി, ഞാൻ കട്ട് ചെയ്യാം. ഇത് കഴിയാനായി. ഏട്ടത്തിയ തേങ്ങയൊന്ന് ചിരകി വെച്ചാൽ മതി. മീൻ വൃത്തിയാക്കണ്ടേ? മീനൊന്നും കിട്ടിയില്ല. ചോറായിട്ടുണ്ട്. സാമ്പാറും അവിയലും ഒരു തോരനും ഉണ്ടാക്കാം. പിന്നെ മാങ്ങാച്ചാർ ഇരിപ്പുണ്ടല്ലോ. മഹേഷ് ഏട്ടനോട് പറഞ്ഞ് പേടിപ്പിക്കണോ? ഇന്നിങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ മീൻ വൃത്തിയാക്കാൻ എനിക്കറിയില്ല. വെട്ടിക്കൊളാക്കണ്ട നമുക്ക്. മീനു ചിരിയോടെ പറഞ്ഞതും ചിപ്പിയും ഒരുപോലെ അതിൽ പങ്കു ചേർന്നു. കാര്യം സത്യമാണ്. തനിക്കും അത് വലിയ അറിവുള്ള പണിയൊന്നുമല്ല. ഇത് തന്നെ ഇവിടെ വന്ന് പഠിച്ചെടുത്തതാ. ഇത്രയെങ്കിലും അറിഞ്ഞതൊരു ഭാഗ്യമായി. ഇന്ന് മീനു ചേച്ചിയുണ്ട്. നാളെ ചേച്ചി ജോലിക്ക് പോകും. പിന്നെ തനിച്ച് വേണം ഒക്കെയും ചെയ്യാൻ. അതോർക്കെ ചിപ്പി ഒന്ന് ദീർഘശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് ജോലി തുടർന്നു. ഒക്കെ ഒന്ന് ഒതുക്കി വന്ന നേരത്താണ് മായച്ചേച്ചിയും സന്ദീപേട്ടനും കുഞ്ഞും കൂടി വന്നത്. ചിപ്പിയാണ് പോയി ഡോറ് തുറന്നു കൊടുത്തത്. ഉറങ്ങിക്കിടന്ന മഹേഷിനെയും പോയി വിളിച്ചുണർത്തി. കുടിക്കാനെടുത്ത് കൊടുത്തതൊക്കെ മീനുമായിരുന്നു. ചിന്മയ ബാക്കി ജോലി കൂടി തീർത്തു. അടുക്കളയും അടിച്ചു വാരിയിട്ടു. ഇതാരാണെന്ന് നോക്കിയടി? കുഞ്ഞിനെയും കൊണ്ട് മഹേഷ് അടുത്ത് വന്ന് നിന്നപ്പോൾ ചിപ്പി വേഗം കൈ കഴുകി വന്നു. നല്ല കുഞ്ഞല്ലേ മഹേഷേട്ടാ? ചിപ്പി അതിൻ്റെ മുഖത്തൂടെ പതിയെ കൈയൊടിച്ചു. എന്ത് സോഫ്റ്റാണെന്ന് നോക്കിയേ. ഇഷ്ടായോ? പിന്നല്ലാതെ. ഞാനൊന്ന് എടുത്തോട്ടെ മഹേഷേട്ടാ. അവൾ വിറച്ച് വിറച്ചാണ് കൈ നീട്ടിയത്. മഹേഷ് ഒരു ചിരിയോടെ പതിയെ കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ചിന്മയെ സന്തോഷത്തോടെ അതിൻ്റെ മുഖത്തേക്ക് ചുംബിച്ചു. കാക്കയെ കാട്ടിത്തരാം, പൂച്ചയെ കാട്ടിത്തരാമെന്നൊക്കെ പറഞ്ഞ് അടുക്കളവാതിൽ വന്നു നിന്നപ്പോൾ അവളെ തന്നെ നോക്കിക്കൊണ്ട് മഹേഷും ഒപ്പം ചെന്ന് നിന്നു. ഇനിയിപ്പോൾ ഉടനെ നിങ്ങളും ഇതുപോലൊന്ന് ഞങ്ങൾക്ക് തരണം. മായ ചിരിയോടെ വിളിച്ചു പറഞ്ഞപ്പോൾ സന്ദീപും അതുപോലെ കളിയാക്കി ചിരിച്ചു. ചിപ്പിക്കും മഹേഷിനും ഒപ്പം അവർ ഇരുവരും അവിടെ വന്നു നിന്നു. ഓരോ വിശേഷം ചോദിച്ചും പറഞ്ഞും സമയം കുറച്ചങ്ങ് പോയി. കുറേ നേരമായില്ലേ, കഴിക്കാനെടുക്കാം, എല്ലാവരും വാ. തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ചിപ്പി പറഞ്ഞതും ആയിക്കോട്ടെ എന്ന പോലെ എല്ലാവരും തലയാട്ടി. മഹേഷിനൊന്ന് ഒളിക്കണ്ണിട്ട് നോക്കി അവൾ മായയ്ക്കൊപ്പം അകത്തേക്ക് കയറി. അവക്ക് വീണ്ടും കഷ്ടപ്പാടായല്ലേ അളിയ? സന്ദീപ് മഹേഷിൻ്റെ തോളിലേക്ക് കൈയിട്ടുകൊണ്ട് ചോദിച്ചു. വന്ന അന്ന് തൊട്ടേ കഷ്ടപ്പാട് തന്നെ അതിന്. പക്ഷെ പരാതിയൊന്നുമില്ല. ഒരു പാവം പെണ്ണ്. പണ്ട് കണ്ട നാക്കും മൂക്കും ഒക്കെ കണ്ടപ്പോൾ ഞാൻ കരുതിയത് കൊച്ചൊരു വായാടിയാണെന്ന്. പക്ഷെ അല്ല, ഒരു സാധു അത്. മായയും അത് പറയും ഇപ്പോൾ. തലയിലെഴുത്തൊരു വല്ലാത്തത് തന്നെയാണ്. എത്ര നാളുകൊണ്ടൊരു ജോലിക്ക് ശ്രമിക്കുന്നു. അതെങ്കിലും ഒന്നും നടന്നിരുന്നേ കയറിപ്പോകായിരുന്നു. എത്രയും പെട്ടെന്ന് ഒരെണ്ണം ശരിയാവും. ഞാനൊരാളോട് പറഞ്ഞിട്ടുണ്ട്. വിസ അയക്കാമെന്നൊരു ഉറപ്പ് തന്നിട്ടുണ്ട്. സമയമായെങ്കിൽ അതങ്ങ് നടക്കുവളിയാം. സന്ദീപ് അവൻ്റെ തോളിൽ മുറുകെ പിടിച്ചു. സന്ധ്യയോടെ തന്നെ അവരൊക്കെ മടങ്ങിയിരുന്നു. മഹേഷൊന്നും ഓട്ടത്തിന് പോയതുമില്ല. വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ പണിയും തീർത്ത് അമ്മയ്ക്ക് ആഹാരവും കൊടുത്ത് മരുന്നും നൽകിയിട്ടാണ് ചിന്മയെ കിടന്നത് തന്നെ. എന്താണ് ഭവതി ഇത്ര ആലോചന? ചരിഞ്ഞു കിടന്നുകൊണ്ട് മഹേഷ് അവളുടെ വയറിലേക്ക് കൈയെടുത്തിട്ടു. നമുക്കിനി എന്നാ മഹേഷിട്ട് ഒരു കുഞ്ഞാ വരുന്നേ? ചിന്മയ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മഹേഷ് ഒന്ന് കണ്ണുകൂർപ്പിച്ചു. എന്തേ, കൊച്ചിനിപ്പോൾ ഒരു കുട്ടി വേണമെന്ന് തോന്നുന്നുണ്ടോ? ആ ചോദ്യത്തിന് കാറ്റ് പോലൊരു മുകളിലായിരുന്നു മറുപടി. അതിനെൻ്റെ കൊച്ചൊരു കുഞ്ഞിനെ വളർത്താറൊക്കെ ആയോ? പിന്നെ അതൊക്കെ ഞാൻ വളർത്തൂലേ. ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. വലുതായോ? ആയി. ആണോ? എവിടെ നോക്കട്ടെ. മഹേഷ് അവളുടെ മാറിലേക്ക് മുഖം ചേർത്തു. ചിന്മയൊന്ന് ഉയർന്നു പൊങ്ങി. അതല്ല, നമ്മളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ടും ദൈവം നമുക്കെന്തോ ഒരു കുഞ്ഞിനെ തരാത്ത. അതിന് കുഞ്ഞാകാൻ വേണ്ടി മാത്രം നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ കുഞ്ഞേ. അവനവളുടെ മാറിലേക്ക് പല്ലാഴ്ത്തി. ചിപ്പിക്കാൻ നോവിലും ഒരു സുഖം തോന്നി. എന്താ ചെയ്യാത്ത? ചെയ്യട്ടെ. നേരത്തെ ആ ശബ്ദത്തിൽ ചിപ്പിയുടെ ഉള്ളിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. ചിന്മയ കണ്ണുകൾ ഇറുകെ മൂടി. ഒരു കുഞ്ഞിന് വേണ്ടി നിന്നെ ഭോഗിക്കാൻ എനിക്കാകില്ല കുഞ്ഞെ. നമ്മുടെ പ്രണയത്തിൽ നിന്ന് തന്നെ നമ്മുടെ പ്രാണൻ ജീവനെടുത്തോളൂ. സമയമുണ്ടല്ലോ നമുക്ക്. ഇപ്പം നമ്മുടെ ചുറ്റുപാട് നിനക്കറിയാമല്ലോ. ഒക്കെ ഒന്ന് തണുക്കട്ടെ. എല്ലാവരുടെയും അനുഗ്രഹം കൂടി ഉണ്ടാകട്ടെ. ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് തീരട്ടെ. എന്നിട്ട് മതി ഒരു കുഞ്ഞ്. ഇല്ലേലേ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞു കൂടി വീർപ്പുമുട്ടും. അവളെ തലോടിക്കൊണ്ട് അവൻ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ നിരാശയായെങ്കിലും ചിപ്പിക്കും അതൊക്കെ ശരിയെന്ന് തോന്നി. എന്ന് കരുതി ഞാനൊന്നും ചെയ്യാതിരിക്കില്ല കേട്ടോ. അതുവരെ നമുക്കിങ്ങനെ ഒത്തിരി സ്നേഹിക്കാം. അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും ഇക്കിളിയായതുപോലെ അവൾ ആ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം നിൽക്കും പോലെ പൊട്ടിച്ചിരിച്ചു. സൂര്യവെളിച്ചം വീഴുമ്പോൾ കണ്ണു തുറക്കുന്നവളായി മാറി ചിന്മയ. രാവിലെ തുടങ്ങുന്ന ജോലിയാണ് ആ പെണ്ണിന്. രാത്രിയും അടുക്കളയിൽ തന്നെ. ആയമ്മ ഉണ്ടായിരുന്നത് തന്നെ എന്തൊരു സഹായമായിരുന്നു എന്ന് ചിപ്പിക്ക് തോന്നി. അവരൊന്ന് കിടന്നതോടെ കഷ്ടപ്പാടും. മഹേഷിന് രാവിലെ പോകണം. വേണ്ടെന്ന് പറഞ്ഞാലും അവനൊപ്പം എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കും.
അവൻ പോകുമ്പോൾ വാതിലോലം ചെന്ന് യാത്രയാക്കും. അത് കഴിഞ്ഞ് പിന്നെയും അടുക്കളയിൽ തന്നെ. രാവിലത്തേക്കുള്ളതാകുമ്പോളാകും മീനു എഴുന്നേൽക്കുന്നത്. പിന്നൊരു സഹായമാകും. 9 മണിക്ക് മുന്നേ ആളും പോകും. വീണ്ടും തനിയെ മുറ്റമടിച്ചു വാരിയും കടയിൽ പോയി സാധനം വാങ്ങിയും ഉച്ചക്കത്തേക്കുള്ളതുണ്ടാക്കി വെച്ചും ആയമ്മയുടെ ഉൾപ്പെടെ വസ്ത്രങ്ങൾ കഴുകിയും ചിന്മയാകെ തിരക്കിലാണിപ്പോൾ. ആയമ്മ ജനൽ കമ്പികൾക്കിടയിലൂടെ ആ കാഴ്ച കാണും. ഒരു നേരം പോലും ഇരിക്കാതെ ആ വീട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അവരുടെ മനം നിറയും. സ്വന്തം മകൾ നോക്കുന്നതിനേക്കാൾ ഇന്ന് ആ പെണ്ണ് തന്നെയാണ് അവർ നോക്കുന്നത്. കൃത്യസമയത്ത് വസന്തമ്മയ്ക്കും അച്ഛനും ആഹാരവും മരുന്നും കൊടുക്കും. അവരെ കുളിമുറിയിൽ കൊണ്ടാക്കി കുളിക്കാൻ സഹായിക്കും. അങ്ങനെ എല്ലാത്തിനും ഇപ്പോൾ ചിന്മയുടെ കൈയുണ്ട്. ആ വീട് പോലും ഇന്ന് അവളുടേതുപോലെയാണ്. യാതൊന്നിനും പരാതിയില്ലാതെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ആയമ്മയ്ക്ക് കണ്ണു നിറഞ്ഞ് വേദന തോന്നും. ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവരവളുടെ സ്വഭാവം തിരിച്ചറിഞ്ഞു. ആ സ്നേഹവും കരുണയും മനസ്സിലാക്കി. പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയാതെ ആ സ്ത്രീ വീർപ്പ് മുട്ടിപ്പോയി ഓരോ നിമിഷവും. കഴിക്കാനെടുക്കട്ടെ മഹേഷേട്ടാ? എന്നും വന്നുടനെ കുളിച്ചു മാറി കഴിക്കാനിരിക്കുന്ന മഹേഷ് അന്ന് വന്നുടനെ കയറി കിടക്കുകയായിരുന്നു. അടുക്കളയിലെ ഇത്തിരി പാത്രം കൂടി കഴുകി വെച്ചിട്ട് അവൾ അവനടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ തന്നെ ഇരുവശത്തേക്കും വേണ്ടെന്ന പോലെ അവൻ തല ചലിപ്പിച്ച് കാട്ടി. ചിപ്പി പുരികം ചുളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നിരുന്നു. അതെന്തേ വേണ്ടാത്തത്? കുറുമ്പോടെ അവൻ്റെ മീശയിൽ പിച്ചി പറിച്ചുകൊണ്ടായി ചോദ്യം. വിശപ്പില്ല കൊച്ചെ. വായിലേക്കൊരു കയർപ്പ് പോലെ ദേഹവും വേദനിക്കുന്നു. പുതപ്പിലേക്ക് ഒന്നുകൂടി അവൻ ചുരുണ്ടുകൂടി. വയ്യ മഹേഷേട്ടാ. വലത് കൈയൊന്നുയർത്തി നെറ്റിയിലും കഴുത്തിലുമൊക്കെ മാറി മാറി ആകുലതയോടെ തൊട്ടു നോക്കി ആ പെണ്ണ്. ചെറിയ ചൂടുണ്ട്, പനിക്കാകും. ഞാനൊരു പാരസെറ്റമോൾ എടുക്കാം. ഇരിപ്പിടത്തിൽ നിന്നും അവൾ എഴുന്നേറ്റപ്പോൾ തന്നെ മഹേഷ് എങ്ങനെയൊക്കെ അടുത്തേക്ക് പിടിച്ചിരുത്തി. കൊച്ചൊന്ന് തല മസാജ് ചെയ്തു തരുമോ? കണ്ണടച്ചുകൊണ്ട് തന്നെ അവൻ തിരക്കി. ചിന്മയെ ഇത്തിരി പോന്ന സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറിയിരുന്നു കൊണ്ട് അവൻ്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ച് മുടിക്കിടയിലൂടെ വിരൽ ഓടിച്ചു കൊടുത്തു. അമ്മയുടെ കയ്യിലെ പ്ലാസ്റ്റർ നാളെ എടുക്കണം മഹേഷേട്ടാ. ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ട് തന്നെ അവൾ പറഞ്ഞു. അവനൊന്ന് മൂളിക്കേട്ടു. നാളെ എനിക്കൊരു ലോങ് ഓട്ടം ഉണ്ടല്ലോ കൊച്ചേ. അമ്മയ്ക്ക് എപ്പോഴാണ് പോകേണ്ടത്? ഉച്ചയ്ക്ക് ശേഷമാണോ? അല്ല, 11 മണിക്ക് അപ്പോയിൻമെൻറ്റ്. ഏട്ടനൊരു വണ്ടി വിളിച്ച് തന്നാൽ മതി, ഞാൻ കൊണ്ടുപോകാം. അമ്മയ്ക്ക് ഇഷ്ടാകോ? അമ്മയ്ക്കിപ്പോൾ എന്നോട് വലിയ ദേഷ്യമൊന്നുമില്ല മഹേഷേട്ടാ. പഴയതിലും മിണ്ടാറുണ്ട്. ചെയ്യുന്നതിലൊന്നും ഒരു കുറ്റവും പറയാറുമില്ല. ആവേശത്തോടെയുള്ള അവളുടെ സംസാരം കേട്ടവൻ കണ്ണു തുറക്കാതെ തന്നെ ഒന്ന് നിറഞ്ഞു പുഞ്ചിരിച്ചു. എപ്പോഴോ അവളുടെ കൈയുടെ മൃദുല സ്പർശത്തിൽ മയക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. അവനൊന്നുറങ്ങിയെന്നായപ്പോൾ ചിന്മയ മുറി വിട്ടിറങ്ങി. അച്ഛന് നേരത്തെ ആഹാരം കൊടുത്തു. അമ്മയ്ക്കുള്ളതുമായി മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവരെന്തോ ആലോചനയിലാണ്. ചിന്മയ വലത് കൈയിലിരുന്ന വെള്ളത്തിൻ്റെ ഗ്ലാസ് ജനൽപ്പടിയിലേക്ക് വെച്ചു. ഇതിപ്പോൾ അവിടെ പതിവായ കാഴ്ചയാണ്. ആയമ്മയ്ക്ക് കൈ വയ്യാണ്ടായ മുതൽ അവർക്കുള്ള ചോറ് വാരി കൊടുക്കുന്നതൊക്കെ ചിപ്പിയാണ്. മിണ്ടാതിരുന്നവർ അത് മുഴുവൻ കഴിക്കുകയും ചെയ്യും. മഹേഷ് കഴിച്ചായിരുന്നോ? വായിലേക്ക് വെച്ച് ഒരു ഉരുളച്ചോറ് കഴിക്കുന്നതിനോടൊപ്പം അവർ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല, മഹേഷേട്ടൻ കിടക്കുക. ചെറിയൊരു പനിക്കോള്. ഒട്ടും വയ്യ അവന്. ചെറിയ ചൂടേ ഉള്ളൂ. ചോറ് വേണ്ടെന്ന് പറഞ്ഞു. കഞ്ഞിയാക്കണം. ആ അരിയൊക്കെ ഇരിക്കുന്നിടത്ത് പൊടിയരിയും ഉണ്ടാക്കും. അത് കുറച്ചെടുത്ത് കുക്കറിൽ വെച്ച് കഞ്ഞിയാക്കിയാൽ മതി. ഇനിയിപ്പോൾ അടുപ്പിലിട്ട് നേരം കളയണ്ട. നാളെ അവന് വരാൻ പറ്റുമോ? ഇല്ലെന്നാ പറഞ്ഞ്. ദൂരെ എവിടെയോ ആണ് ഓട്ടോ എന്ന്. അത് കളയണ്ട, നമുക്കൊന്നിച്ചു പോകാം. വായൊന്ന് കുലുക്കി കഴുകി പുറത്തേക്ക് തുപ്പുന്നതിനോടൊപ്പം അവരവളെ നോക്കി പറഞ്ഞു. ഉള്ളിൽ ഒരുപാട് സന്തോഷത്തോടെ ചിപ്പി ഒന്ന് തലയാട്ടിക്കൊണ്ട് മുറിക്ക് പുറത്തേക്കിറങ്ങി. അവളുടെ പോക്ക് നോക്കി നിൽക്കെ അവർക്കും ഒരുപോലെ സന്തോഷവും ചിരിയും വന്നു.